ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗ സംസ്കാരത്തിലെ ആദ്യ സംസ്കാരമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെയാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഇറാഖാണ്. മെസപ്പൊട്ടോമിയൻ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അത് ഏതെല്ലാമാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിവയാണ്. പരിഷ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, സംസ്കാരത്തിൻ്റെ മൂശ എന്നെല്ലാം അറിയപ്പെടുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയയുടെ വടക്കു നിലനിൽക്കുന്ന സംസ്കാരമാണ് അസീറിയൻ സംസ്കാരം. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് 2 നദികൾക്കിടയിലുള്ള സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ. ആർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഇറാഖാണ്. മെസപ്പൊട്ടോമിയൻ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ. പരിഷ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, സംസ്കാരത്തിൻ്റെ മൂശ എന്നെല്ലാം അറിയപ്പെടുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയയുടെ വടക്കു നിലനിന്നിരുന്ന സംസ്കാരമാണ് അസീറിയൻ. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. മെസപ്പൊട്ടോമിയയുടെ തെക്ക് നിലനിന്ന സാമ്രാജ്യമാണ് ബാബിലോണിയൻ സംസ്കാരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളെയും അവയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നുമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് സുമേറിയൻ സംസ്കാരം. പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ സാമ്രാജ്യമാണ് സുമേറിയൻ. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. ഇതാണ് പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ സാമ്രാജ്യമാണ് സുമേറിയൻ. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരമായി കണക്കാക്കുന്നതും സുമേറിയൻ സംസ്കാരത്തെയാണ്. ചരിത്രത്തിലെ ആദ്യ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് സുമേറിയൻ സംസ്കാരമാണ്. സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ. സുമേറിയൻ സംസ്കാരം ബൈബിളിൽ അറിയപ്പെടുന്നത് ഷിനാർ. സുമേറിയയിലെ നിയമങ്ങൾ ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് ഡുങ്കി. സുമേറിയക്കാരുടെ പ്രധാന ദൈവം അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്നത് ഈനിൽ ആണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവത നന്നാർ ദേവത, അനു ദേവത. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ് സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. സിഗുറാത്തുകളുടെ പുറം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? മെസപ്പൊട്ടോമിയയുടെ തെക്ക് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് ബാബിലോണിയൻ. മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളിലൊന്നാണ് സുമേറിയൻ. അതാണെങ്കിൽ പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ സാമ്രാജ്യമാണ് സുമേറിയൻ. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. ചരിത്രത്തിലെ ആദ്യ സാമ്രാജ്യമെന്നും അറിയപ്പെടുന്നത് സുമേറിയൻ സംസ്കാരമാണ്. സുമേറിയ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. സുമേറിയയെ ബൈബിളിൽ അറിയപ്പെടുന്നത് ഷിനാർ എന്നാണ്. സുമേറിയയിലെ നിയമങ്ങൾ ക്രോഡീകരിച്ച ഭരണാധികാരി ആരാണ്? ഡുങ്കി. ഈനിൽ എന്ന് പറയുന്നത് സുമേറിയയുടെ പ്രധാന ദൈവമാണ്. പ്രധാന ദേവത നന്നാർ ദേവത, അനു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ശേഷിപ്പുകളിലെ പ്രധാനപ്പെട്ടവയാണ് സിഗുറാത്തുകൾ. ഇത് ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്.
മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതിരിക്കുന്നത്. എങ്ങനെയാണ്? മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതിരിക്കുന്നത്. സിഗുറാത്തുകളുടെ പുറം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉർ നഗരം. നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് സ്വർഗീയ കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സ്വർഗീയ കുന്ന്? മെസൊപ്പൊട്ടേമിയയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇത് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇടയാക്കി. പ്രാചീന മെസൊപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളാണ് ഊർ, ഉറൂക്ക്, ലഗാഷ്, നിപ്പൂർ, ഉമ്മ. ലോകത്തിലെ ആദ്യ നഗരമാണ് ഉർ. ബാബിലോണിയയിൽ നിന്ന് ഏകദേശം 225 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സുമേറിയയിലെ പുരാതന നഗരമാണ് ഉർ എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഉർ ദേശത്ത് ഉത്ഖനനം തുടങ്ങിയത്. ഒരു നല്ല ഉർ എന്നാണ് ഉദ്ദേശം. 60 ഏക്കർ വിസ്തൃതിയിൽ കിടന്നിരുന്ന ഉർ നഗരത്തെ ചുറ്റി ഒരു മതിലുണ്ടായിരുന്നു. മധ്യഭാഗത്തായി 7 മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യനിർമ്മിത കുന്ന് സ്ഥിതി ചെയ്തിരുന്നു. ചെളി, ഇഷ്ടിക എന്നിവ കൊണ്ടാണ് ഈ കുന്ന് നിർമ്മിച്ചിരുന്നത്. സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഉർ BC 4-ാം ശതകത്തിൽ യൂഫ്രട്ടീസ് നദി ഗതി മാറി ഒഴുകിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ യൂഫ്രട്ടീസ് നദി ഗതി മാറി ഒഴുകിയതിനെ തുടർന്ന് നശിച്ചുപോയ സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഉർ നഗരം. നഗരങ്ങളെല്ലാം കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളുമായി ഇവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറ്റം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കേണ്ടതിൻ്റെ ആവശ്യം വന്നു. എന്താണ്? നഗരങ്ങൾ വികാസം പ്രാപിച്ചതോടുകൂടി കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു. കച്ചവട കേന്ദ്രങ്ങൾ വികാസം പ്രാപിച്ചതോടുകൂടി കൈമാറ്റ വ്യവസ്ഥയും വളർന്നു. അതുവഴി ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയും കൈമാറ്റം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു. ഇത് എഴുത്തുവിദ്യയുടെ വികാസത്തിലേക്ക് നയിച്ചു. പുരാതന എഴുത്തു ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടേമിയയിൽ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയക്കാരാണ്. ലാറ്റിൻ വാക്കായ ക്യുനസിൽ നിന്നാണ് ക്യൂണിഫോം എന്ന ലിപി ഉത്ഭവിച്ചത്. അപ്പോൾ എന്താണ്? മെസൊപ്പൊട്ടേമിയയിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ക്യൂണിഫോം ലിപി. അത് ലാറ്റിൻ വാക്കായ ക്യുനസിൽ നിന്നാണ് രൂപം കൊണ്ടത്. അവരുടെ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. മുനയുള്ള എഴുത്താണ് ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തരം കളിമൺ ഫലകങ്ങളുടെ വൻ ശേഖരം ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് എഴുതിയിരുന്നത്? മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. എഴുതാൻ വേണ്ടിയിട്ട് മുനയുള്ള എഴുത്താണിയാണ് ഉപയോഗിച്ചിരുന്നത്. എഴുതിയതിനു ശേഷം അവരിതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഫലകങ്ങളിൽ ഭൂരിഭാഗവും കച്ചവട ബന്ധങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. ക്യൂണിഫോം ലിപി ആദ്യമായി വായിച്ചത് അല്ലെങ്കിൽ വിശദീകരിച്ച ഗവേഷകൻ ഹെൻറി റാലിംഗ്സൺ. ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ് എന്നാണ്. കുത്തനെയും വിലങ്ങനെയും വരകളുള്ള ആകൃതിയിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ എഴുത്തുരീതി. വലത്തുനിന്നും ഇടത്തോട്ടാണ് ക്യൂണിഫോം ലിഖിതങ്ങൾ വായിക്കേണ്ടത്. ലോകത്തിലെ ആദ്യ പുരാതന എഴുത്ത് ലിപിയാണ് ക്യൂണിഫോം. ക്യൂണിഫോം ലിപി V ആകൃതിയിലോ ആണി രൂപത്തിലോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആപ്പിൻ്റെ ആകൃതിയിൽ മാത്രമല്ല, V ആകൃതിയിലും ആണി രൂപത്തിലും ക്യൂണിഫോം ലിപി ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ പുരാതന എഴുത്തു ലിപിയാണ് ക്യൂണിഫോം. അപ്പോൾ ക്യൂണിഫോം ലിപി എങ്ങനെയാണ് വായിക്കേണ്ടത്? വലത്തു നിന്നും ഇടത്തോട്ടാണ് ക്യൂണിഫോം ലിപി വായിക്കേണ്ടത്. ലോകത്തിലെ ആദ്യ പുരാതന എഴുത്തു ലിപിയാണ് ക്യൂണിഫോം. ഇത് ആപ്പിൻ്റെ ആകൃതിയിൽ മാത്രമല്ല, V ആകൃതിയിലും ആണി രൂപത്തിലും ഉണ്ടായിരിക്കും. 340ഓളം അടയാളങ്ങൾ ഇതിലുണ്ടായിരുന്നു.
മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളിലും വിഷമം പിടിച്ചതാണ് എഴുത്ത് എന്ന് അഭിപ്രായപ്പെട്ടത് സുമേറിയക്കാരാണ്. കുശവന്റെ ചക്രം ആരുടെ സംഭാവനയാണ്? സുമേറിയക്കാർ. ലോകത്തിൽ ആദ്യമായി ചന്ദ്രപഞ്ചാംഗം കണ്ടെത്തിയതും സുമേറിയക്കാരാണ്. ജാമിതീയ സമ്പ്രദായം സുമേറിയക്കാരുടെ സംഭാവന തന്നെയാണ്. അപ്പം എന്തെല്ലാമാണ് ഇവരുടെ സംഭാവന? കുശവന്റെ ചക്രം, ചന്ദ്രപഞ്ചാംഗം, ജാമിതീയ സമ്പ്രദായം, ഇതെല്ലാം സുമേറിയക്കാരുടെ സംഭാവനയാണ്. ഇവർ എഴുതുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായപ്പെട്ടത്? മനുഷ്യന്റെ എല്ലാ പ്രവർത്തികളിലും വിഷമം പിടിച്ചതാണ് എഴുത്ത് എന്നാണ്. ചന്ദ്രന്റെ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ആധാരമാക്കിയിട്ടുള്ള ഒരു പ്രത്യേക പഞ്ചാംഗവും കണ്ടെത്തി. രാഷ്ട്രങ്ങൾ, സാമ്രാജ്യങ്ങൾ, ജലസേചന പദ്ധതി, കച്ചവട കരാറുകൾ, ക്രയവിക്രയ മാധ്യമമായ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉപയോഗം, നിയമസംഹിത, ഗ്രന്ഥശാലകൾ എന്നിവ പ്രത്യക്ഷപ്പെട്ടത് സുമേറിയയിലാണ്. അപ്പം എന്തെല്ലാമാണ് സുമേറിയയിൽ പ്രത്യക്ഷപ്പെട്ടത്? രാഷ്ട്രങ്ങൾ, സാമ്രാജ്യങ്ങൾ, ജലസേചന പദ്ധതികൾ, കച്ചവട കരാറുകൾ, ക്രയവിക്രയ മാധ്യമമായ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉപയോഗം, നിയമസംഹിത, ഗ്രന്ഥശാലകൾ എന്നിവയെല്ലാമാണ്. സുമേറിയൻ ജനതയുടെ അളവ് തൂക്ക സമ്പ്രദായം അറിയപ്പെടുന്നത് മൈന എന്നാണ്. മതം, ശാസ്ത്രം, വാണിജ്യം, നിയമം എന്നീ മേഖലകളിൽ മഹത്തായ സംഭാവനകൾ സുമേറിയക്കാർ നൽകിയിട്ടുണ്ട്. ഇവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്ന വിളകൾ ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, മുന്തിരി, ഈന്തപ്പഴം. 1930 നഗരം ഖനനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ലിയോനാർഡ് വൂളി. അപ്പം സുമേറിയൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് സുമേറിയനെ കുറിച്ച് പറഞ്ഞത്? മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ. സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ. സുമേറിയയിലെ പ്രധാന ദേവതയാണ് നന്നാർ ദേവത, അനു ദേവത. നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗ്ഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഊർ നഗരത്തിലാണ്. യൂഫ്രട്ടീസ് നദി ഗതിമാറി ഒഴുകിയതിനെ തുടർന്നാണ് ഊർ നഗരം നശിച്ചു പോയത്. മെസപ്പൊട്ടോമിയയിലെ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് സിഗ്ഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിലനിന്നിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗ്ഗുറാത്തുകൾ പണിതത്. ഈ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അടുത്ത സംസ്കാരമായ ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ടൈഗ്രീസ് നദീതീരത്ത് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം. ലോകത്തിലെ ആദ്യ സാമ്രാജ്യമാണ് ബാബിലോണിയൻ സാമ്രാജ്യം. അപ്പോൾ ഈ ഒരു ഭാഗം തിരിഞ്ഞു പോകരുത്. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ്? സുമേറിയൻ സംസ്കാരമാണ്. ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ഏതാണ്? ബാബിലോണിയൻ സാമ്രാജ്യം. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ആദ്യ സാമ്രാജ്യ സ്ഥാപകനാരാണ്? ഹമ്മുറാബി. ലോകത്തിലെ ആദ്യ ഭരണാധികാരി ഹമ്മുറാബിയാണ്. അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ കവാടം എന്നാണ്. ബാബിലോൺ സംസ്കാരം അക്കാദ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ഏതാണ്? ബാബിലോൺ സാമ്രാജ്യമാണ്. ആദ്യ സാമ്രാജ്യ സ്ഥാപകൻ ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്നതും ഹമ്മുറാബിയാണ്. ബാബിലോണിയൻ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത് സുമേറിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. ബാബിലോണിയക്കാരുടെ കുലദൈവം മാൾഡക്കാണ്. കുലദേവത ഇസ്താറാണ്. ബാബിലോണിയ സംസ്കാരത്തെ പ്രധാനമായും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? ബാബിലോണിയൻ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുമേറിയയുടെ വടക്ക് കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ കുലദൈവം ആരാണ്? മാൾഡക്കാണ്. കുലദേവത ഇസ്താറാണ്. പ്രധാനമായും ബാബിലോണിയൻ സംസ്കാരത്തെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ദക്ഷിണ ബാബിലോണിയൻ, ഉത്തര ബാബിലോണിയൻ. ദക്ഷിണ ബാബിലോണിയൻ റിംസിൻ്റെ ഭരണത്തിലാണ്. ഉത്തര ബാബിലോണിയനോ ഹമ്മുറാബിയുടെ ഭരണത്തിലും. ഉത്തര ബാബിലോൺ, ദക്ഷിണ ബാബിലോൺ അറിയപ്പെടുന്നത് അക്കാദ് എന്നുമാണ്. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കി എന്ന ഭരണാധികാരിയുടെ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ 385 നിയമങ്ങൾ ഉൾപ്പെടുന്ന നിയമസംഹിത രൂപീകരിച്ചത് ആരാണ്? ഹമ്മുറാബിയാണ്. അപ്പം ആരുടെ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാണ്? ഡുങ്കി രാജാവിൻ്റെ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാണ്.
കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഹമ്മുറാബിയാണ്. നീതി, സമത്വം, വിധവാ സംരക്ഷണം, കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും സംരക്ഷണം തുടങ്ങിയ ആശയങ്ങൾക്കും പ്രയോഗങ്ങൾക്കും വേണ്ടി ഹമ്മുറാബി നിലകൊണ്ടു. ഇപ്പം ബാബിലോണിയൻ സംസ്കാരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാബിലോണിയൻ സംസ്കാരം ടൈഗ്രീസ് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമാണ്. സാമ്രാജ്യ സ്ഥാപകൻ ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യ നിയമദാതാവും ഇദ്ദേഹമാണ്. ബാബിലോണിയനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു: ദക്ഷിണ ബാബിലോണിയനും ഉത്തര ബാബിലോണിയനും. ദക്ഷിണ ബാബിലോണിയൻ റിംസിന്റെ ഭരണത്തിലും ഉത്തര ബാബിലോണിയൻ ഹമ്മുറാബിയുടെ ഭരണത്തിലുമായിരുന്നു. ഉത്തര ബാബിലോണിയനെ സുമർ എന്നും ദക്ഷിണ ബാബിലോണിയനെ അക്കാദ് എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പം ഈ ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അടുത്ത സംസ്കാരമായ അസീറിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. മെസപ്പൊട്ടോമിയയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്കാരമാണ് അസീറിയൻ സംസ്കാരം. അപ്പം മെസപ്പൊട്ടോമിയയുടെ വടക്ക് ഭാഗത്താണ് അസീറിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. അസീറിയയിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അസർബാനിബാൽ. ഇവരുടെ തലസ്ഥാനം നിനവെയാണ്. സുമേറിയക്കാരുടെയും ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെയും സംഭാവനകളെ ഉൾക്കൊണ്ട് അത് ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഉത്തരവാദിത്തമാണ് അസീറിയൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. ഗണിതത്തിലും ശാസ്ത്രത്തിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. വൃത്തത്തിലെ 360 ഡിഗ്രി ആവിഷ്കരിച്ചതും അസീറിയക്കാരാണ്. അസീറിയൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസീറിയനെ കുറിച്ച് വളരെ കുറച്ച് കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ് അസീറിയൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കിയത്? മെസപ്പൊട്ടോമിയയുടെ വടക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിൻ്റെ തലസ്ഥാനം നിനവെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജാവ് അസർബാനിബൽ ആണ്. സുമേറിയക്കാരുടെയും ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെയും സംഭാവനകളെ ഉൾക്കൊണ്ട് ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഇവരുടെ ഉത്തരവാദിത്തം. വൃത്തത്തെ 360 ഡിഗ്രി എന്ന് ആവിഷ്കരിച്ചു. ഗണിതത്തിലും ശാസ്ത്രത്തിലും പുരോഗതി കൈവരിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സംസ്കാരത്തെക്കുറിച്ചാണ്. അത് കാൽഡിയൻ സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ അന്ത്യസമയത്ത് നിലനിന്നിരുന്ന സംസ്കാരമാണ് കാൽഡിയൻ സംസ്കാരം. ആദ്യ ബാബിലോണിൻ്റെ തലസ്ഥാനമായിരുന്ന ബാബിലോണിനെ കാൽഡിയൻ ജനതകൾ തലസ്ഥാനമാക്കി. എന്താണ്? മെസപ്പൊട്ടോമിയയുടെ അവസാന നാളുകളിൽ ഭരണം നടത്തിയിരുന്ന സംസ്കാരമാണ് കാൽഡിയൻ. ഇവർ ആദ്യ ബാബിലോണിൻ്റെ തലസ്ഥാനമായിരുന്ന ബാബിലോണിനെ കാൽഡിയൻ്റെ തലസ്ഥാനമാക്കി. ഹമ്മുറാബിയുടെ ഭരണ സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചതിനാൽ ഇവർ അറിയപ്പെടുന്നത് രണ്ടാം ബാബിലോണിയക്കാർ എന്നാണ്. കാൽഡിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നവീന ബാബിലോണിയ. അപ്പോൾ എന്താണ്? ഹമ്മുറാബിയുടെ നിയമത്തെ പുനഃസ്ഥാപിച്ചതിനാൽ ഇവ കാൽഡിയക്കാർ എന്തെന്നറിയപ്പെടുന്നത്? രണ്ടാം ബാബിലോണിയക്കാർ എന്നറിയപ്പെടുന്നു. പിന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. അതെന്താണ്? നവീന ബാബിലോണിയ എന്നും കാൽഡിയൻ സംസ്കാരം അറിയപ്പെടുന്നു. ജ്യോതിശാസ്ത്ര രംഗത്ത് നിരവധി സംഭാവനകൾ നൽകി. ഭൂപട നിർമ്മാണം ആദ്യമായി ആവിഷ്കരിച്ചതും കാൽഡിയൻ സംസ്കാരത്തിലാണ്. 12 ചിഹ്നങ്ങളുടെ രാശിചക്രവും ആരംഭിച്ചതും ഇവർ തന്നെയാണ്. കാൽഡിയൻ സാമ്രാജ്യ സ്ഥാപകൻ നെബുക്കദ്നേസർ രണ്ടാണ്. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയും നെബുക്കദ്നേസർ രണ്ടാണ്. ലോകത്തിൽ ആദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം ഏതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകൻ പ്രൊഫസർ ഡ്രസ്റ്റഡ്. കലണ്ടർ കണ്ടുപിടിച്ചതും മെസപ്പൊട്ടോമിയക്കാരാണ്. ഇവരുടെ കലണ്ടർ എങ്ങനെയുള്ളതായിരുന്നു നോക്കാം. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടറായിരുന്നു മെസപ്പൊട്ടോമിയക്കാരുടേത്. മെസപ്പൊട്ടോമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്ന ഗണിതശാസ്ത്ര ക്രിയകൾ ഹരണം, ഗുണനം, വർഗമൂലം. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായും വിഭജിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ കലണ്ടർ തയ്യാറാക്കിയിരുന്നത്? ഒരു വർഷത്തെ 12 മാസമായും ഒരു മാസത്തെ 4 ആഴ്ചയായും ഒരു ദിവസത്തെ 24 മണിക്കൂറുമായാണ് കണക്കാക്കിയിരുന്നത്.
സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച നാഗരിക സംസ്കാരം മെസപ്പൊട്ടോമിയയാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്.